എന്താണ് യൂണിറ്റിന്റെ പേരെന്താന്ന് നോക്കാം. യൂണിറ്റ് എഴുതി വെച്ചോളൂ. ഫാക്ടേഴ്സ്. ഇതിന്റെ മലയാളം ഘടകങ്ങൾ എന്നാണ്. പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അഭാജ്യ സംഖ്യകൾ എന്നാണ്. അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ രണ്ട് ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകളാണ്. ഇത് നിങ്ങൾ പഠിച്ചതാണ്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2 ആണ്. ബോർഡിൽ കാണുന്നുണ്ടോ? കോഹോസ്റ്റായ കുട്ടി മാത്രം. അടുത്ത അഭാജ്യ സംഖ്യ 3 ആണ്. 3ന്റെ ഘടകങ്ങൾ 1, 3 മാത്രം. അടുത്തത് 5 ആണ്. അതിന്റെ ഘടകങ്ങൾ 1, 5 മാത്രം. അപ്പം ഒരു സംഖ്യക്ക് 1ഉം അതേ സംഖ്യയും ഘടകങ്ങളായിട്ട് വരുന്നുണ്ടെങ്കിൽ അത്തരം സംഖ്യകൾക്കാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾക്ക് എല്ലാ മത്സര പരീക്ഷയ്ക്കും വളരെ അത്യാവശ്യമായ ഒരു നമ്പറാണ്. അതുകൊണ്ടാണ് ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടേഴ്സിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ ഇവിടെ 2ന് രണ്ട് ഘടകങ്ങൾ മാത്രം. 2ന് വേറെയും ഒരു ബഹുമതി കിട്ടിയിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ 2ന് കിട്ടിയ മറ്റു ബഹുമതികൾ എന്തൊക്കെയാണ്? പ്രൈം നമ്പേഴ്സിലുള്ള ആകെയുള്ള ഒരു ഇവൻ നമ്പർ. പ്രൈം നമ്പേഴ്സിലുള്ള ആകെയുള്ള ഒരു ഇരട്ട സംഖ്യ 2 ആണ്. അത് ശരിയാണ്. അപ്പൊ 2 ഈസ് ദ ലീസ്റ്റ് പ്രൈം നമ്പർ, 2 ഈസ് ദ ലീസ്റ്റ് ഈവൻ നമ്പർ, 2 ഈസ് ദ ഓൺലി പ്രൈം ഈവൻ നമ്പർ എന്നാണ് നമുക്ക് ഇതിനെ പറ്റി പറയാൻ കഴിയുക. മറ്റുള്ള പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞു തരാം. നിങ്ങൾക്ക് 6ന്റെ മൾട്ടിപ്പിൾ അറിയാലോ. 6 6. 6ന്ന് 1 കുറച്ചാൽ 5 പ്രൈം നമ്പറാണ്. 6ന്റെ കൂടെ 1 കൂട്ടിയാൽ 7 പ്രൈം നമ്പറാണ്. പിന്നെ നിങ്ങൾ 2, 6, 12 എടുക്കുക. 12ൽ നിന്ന് 1 കുറച്ചാൽ 11 പ്രൈം നമ്പറാണ്. 12ന്റെ കൂടെ 1 കൂട്ടിയാൽ കിട്ടുന്ന 13 പ്രൈം നമ്പറാണ്. 3, 6, 18. 18ന്ന് 1 കുറച്ചാൽ 17 പ്രൈം നമ്പറാണ്. 18ന്റെ കൂടെ 1 കൂട്ടിയാൽ കിട്ടുന്ന 19 പ്രൈം നമ്പറാണ്. ഇനി 4, 6, 24. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നമല്ല? കോഹോസ്റ്റ് പറയുന്നു 24ന്ന് 1 കുറച്ചാൽ കിട്ടുന്ന 23 പ്രൈം നമ്പറാണെന്ന് ഞാൻ അംഗീകരിക്കാം. പക്ഷെ 25 പ്രൈം നമ്പർ അല്ല. എന്തുകൊണ്ട്? 25 പ്രൈം നമ്പർ അല്ല. കാരണം അത് 5ന്റെ മൾട്ടിപ്പിൾ ആണ്. പക്ഷെ അടുത്ത നമ്മള് 5, 6, 30ലേക്ക് പോയാൽ 30ൽ നിന്ന് 1 കുറച്ചാൽ കിട്ടുന്ന 29 പ്രൈം നമ്പർ ആണ്. 30ന്റെ കൂടെ 1 കൂട്ടിയാൽ കിട്ടുന്ന 31 പ്രൈം നമ്പർ ആണ്. അപ്പൊ പ്രൈം നമ്പർ കണ്ടുപിടിക്കാൻ ഇങ്ങനെ 6ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട് എന്ന് പരിചയപ്പെടുത്തി മാത്രം. നിങ്ങൾ 6 കൊണ്ടുള്ള ഗുണനമൊക്കെ നോക്കുന്നതിന് പുറമെ ഈ 2 മുതൽ 97 വരെയുള്ള ഏറ്റവും വലിയ 2 ഡിജിറ്റ് പ്രൈം നമ്പറായ 97 വരെയുള്ള 25 പ്രൈം 2 to 97 പ്രൈം നമ്പേഴ്സ് 25 എണ്ണം അവരുടെ ബൈഹാർട്ട് ആക്കാൻ നിങ്ങൾ പറയണം. അത് നിങ്ങൾ ഒരു പഠിക്കുന്ന സ്ഥലത്ത് പ്രത്യേക ഒരു കാർഡ്ബോർഡിലൊക്കെ എഴുതി അവിടെ വെച്ച് കഴിഞ്ഞാൽ, ഒരു ചാർട്ട് പേപ്പറിലൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ വളരെ സൗകര്യമാണ്. പെട്ടെന്ന് പഠിച്ചോളൂ. അത് പഠിച്ചു കഴിഞ്ഞാൽ പലതും നിങ്ങൾക്ക് എളുപ്പം കിട്ടും. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും പറ്റും. ശരി, നമുക്ക് ഈ പ്രൈം നമ്പേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട ഘടകങ്ങളിലേക്കാണ് പറയുന്നത്. അപ്പൊ 25 പ്രൈം നമ്പറിന്റെ ചാർട്ട് നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ നോട്ട്സ് ഞാൻ അയച്ചു തരും. അത് നോക്കിയിട്ട് ഞാൻ ഗ്രൂപ്പിലേക്ക് നോട്ട് അയച്ചു തരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് നോക്കി എഴുതിയെടുക്കാം. ഇനി നമുക്ക് പ്രൈം നമ്പേഴ്സ് കഴിഞ്ഞു. അത് നമുക്ക് 2, 3 അതിൽ പ്രത്യേകിച്ച് പ്രൈം നമ്പറിന്റെ ഭാഗത്തിൽ വരുന്ന 2നെ കൊണ്ടും 3നെ കൊണ്ടും 5നെ കൊണ്ടും 7നെ കൊണ്ടും നമുക്ക് വളരെ അത്യാവശ്യം വരാറുണ്ട്. അവിടെയാണ് നമ്മൾ ഫാക്ടറൈസേഷനിലേക്ക് പോകുന്നത്. ഘടകങ്ങളുടെ എണ്ണം കണ്ടെത്താൻ നമുക്ക് അതിനെ ഉപയോഗപ്പെടുത്തേണ്ടി വരും. ഉദാഹരണത്തിന് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചെറിയ ചോദ്യം, 72ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് ചോദിക്കാം. അതിനു മുമ്പ് തന്നെ നമുക്ക് 12 എന്ന സംഖ്യ എടുത്തിട്ട് 12 എന്ന സംഖ്യയുടെ ഘടകങ്ങൾ നിങ്ങൾക്ക് ഫാക്ടറൈസ് ചെയ്യാതെ പറയാൻ പറ്റും. 1നെ 12 കൊണ്ട് ഗുണിച്ചാൽ കിട്ടും 12, 12. പിന്നെ നിങ്ങൾക്ക് 2നെ 6 കൊണ്ട് ഗുണിച്ചാൽ കിട്ടും 2, 6, 12. പിന്നെ 3 into 4 ചെയ്താലും കിട്ടും. അങ്ങനെ 12ന്റെ ഘടകങ്ങൾ കിട്ടിക്കഴിഞ്ഞു.
ഏതൊക്കെയാണ് 1, 12, 2, 6, 3, 4. എത്ര ഘടകങ്ങളാ മക്കളെ 12-നുള്ളത്? 6. 6 ഘടകങ്ങളാണുള്ളത്. 12-നുള്ളത് 6 ഘടകങ്ങളാണുള്ളത്. അപ്പൊ മക്കളെ ഫാക്ടേഴ്സ് 72-ന് എത്ര ഘടകങ്ങളുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്ക് 72-ന്റെ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. ഞാനൊരു ചെറിയ സംഖ്യ എടുത്താണ് ആദ്യം ചെയ്യുന്നത്. ഇത് നിങ്ങൾ 6ാം ക്ലാസ് പഠിച്ചതാണ്. അപ്പൊ ഞാൻ അതിന്റെ കുറച്ചുകൂടി വലിയ ചോദ്യങ്ങളിലേക്കാണ് ഇനി കടക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ 72-ന്റെ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാം. മൈക്ക് മ്യൂട്ട് ചെയ്തോളെ, അവശബ്ദം വരുന്നുണ്ട്. മൈക്ക് ആ സമയത്ത് മ്യൂട്ട് ചെയ്യാം. ഓക്കെ. 72-നെ നമുക്ക് നേരത്തെ ഞാൻ ആരോ സംസാരിക്കുന്നു. 72-നെ നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്ന 2, 3, 5, 7 എന്നീ പ്രൈം നമ്പറിൽ ആരെങ്കിലും ഒന്നിന് ക്ഷണിക്കാം. ഇവിടെ 72 ഈവൻ നമ്പർ ആയതുകൊണ്ട് 2-നെ ക്ഷണിക്കുന്നതായിരിക്കും ബുദ്ധി. ഒരു സംഖ്യയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സംഖ്യയുടെ നേർപകുതി എഴുതലാണ് 36. വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 36-ന്റെ പകുതി കിട്ടുന്നു 18. നിങ്ങളും എന്റെ കൂടെ തന്നെ ചെയ്യണേ. നിങ്ങൾ ഒരു പേനയൊക്കെ എടുത്തിട്ട് എന്റെ കൂടെ തന്നെ ചെയ്യണം. എല്ലാവരും ഞാൻ കാണുന്നില്ല. എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്താൽ എനിക്ക് എല്ലാവരും എന്തൊക്കെ ചെയ്യുന്നത് കാണാമായിരുന്നു. അപ്പൊ നിങ്ങൾ അവിടുന്ന് ഉറങ്ങരുത്, കൃത്യമായിട്ട് ചെയ്തോളണം ഞാൻ പറയുന്നതൊക്കെ. കാരണം ഇതിന്റെ വലിയ ചോദ്യങ്ങൾ ഞാൻ തരാൻ പോവുകയാണ്. ഇനി 18 എന്നത് പ്രൈം നമ്പർ ഇരട്ടസംഖ്യ ആയതുകൊണ്ട് വീണ്ടും നമുക്ക് 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 9 കിട്ടുന്നു. 9-ന് അവിടെ ബ്രേക്ക് ചവിട്ടണം. കാരണം 2 പറ്റില്ല. പിന്നെ ഏതാ പറ്റുക? 3 ആണ്. MLKCB ആണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9-ല് 3 പ്രാവശ്യമാണ്. ഒരു പ്രൈം നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്രിയ നിങ്ങൾക്ക് അവിടെ അവസാനിപ്പിക്കാം. വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് മുന്നോട്ട് പോകാം. വേണ്ട, അവിടെ അവസാനിപ്പിച്ചേക്ക്. അവസാനത്തെ പ്രൈം നമ്പർ കൂടി പിടിച്ചാൽ മതിയല്ലോ. ശരി, കോഹോസ്റ്റായ ഒരു കുട്ടി ഉറക്കെ വിളിച്ചു പറയണം, ഇവിടെ എത്ര 2 ഉണ്ട് മക്കളെ? 2 × 2 ആണ്. 2 × 2 × 2 ആണ്. അപ്പൊ നിലവിലെ കോഹോസ്റ്റിനെ ഒഴിവാക്കിയിട്ട് പുതിയ കോഹോസ്റ്റിനെ വെക്കാൻ പോവുകയാണ് ഞാൻ. അവർ കോഹോസ്റ്റ് ആയ കുട്ടികൾ മിണ്ടുന്നില്ല. 2 × 2 × 2 ആണ്. എത്ര 3 ഉണ്ട് മക്കളെ? 1. അടിയിലത്തെ 3 കൂടി കൂട്ടണം മക്കളെ. അപ്പോൾ 2 3 പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ നിങ്ങൾക്കറിയാം 8 ആണ്. 3-നെ 3 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്കറിയാം 9 ആണ്. 8-നെ 9 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്കറിയാം. വെറുതെ മൈക്ക് ഓൺ ചെയ്ത് വിളിച്ചെന്താ? മൈക്ക് മ്യൂട്ട് ചെയ്യൂ നസീറ. നേരത്തെ കോഹോസ്റ്റ് എന്ന് പറഞ്ഞ ആക്കിയതാണ്. ഞാൻ അവരൊന്ന് റിമൂവ് ചെയ്യട്ടെ, പുതിയ കോഹോസ്റ്റിനെ വെക്കട്ടെ. എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങളുടെ കാര്യം ചെയ്താൽ മതി. ചില നേരത്തെ കോഹോസ്റ്റ് ആയ കുട്ടികളൊക്കെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. കാരണം അവര് മൈക്കാട് ഓൺ ചെയ്ത് പിടിക്കുന്നുണ്ട്. അതാണ് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടുന്ന് തന്നെ പോകാം നമുക്ക്. എവിടുന്ന് തന്നെ ഈ 72-നെ ഫാക്ടറൈസ് ചെയ്തു. 72-നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്ന സമയത്ത് ഈ 2 എന്ന പ്രൈം നമ്പറിനെ നമ്മൾ ആദ്യം ക്ഷണിച്ചു. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 36. വീണ്ടും നമുക്ക് 36-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 18. 18-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9. 9-നെ 3 പ്രാവശ്യം 3 കൊണ്ട് 3-നെ എടുക്കാൻ കാരണം 9 ഒരു ഓഡ് നമ്പർ കൂടിയാണ്. അതുകൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3-ന്റെ മൾട്ടിപ്പിൾ ആണ്. അങ്ങനെ ഇവിടെ ഈ ഒരു പ്രൈം നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഈ ക്രിയ ഇവിടെ അവസാനിപ്പിക്കുന്നു. അതിനുശേഷം ഇവിടെ എത്ര 2 ഉണ്ട് എന്ന് നോക്കുന്നു. പ്രൈം നമ്പേഴ്സ് അത് 2 3 എണ്ണം ഉണ്ട്. 3 ഇവിടെ 2 എണ്ണം ഉണ്ട്. 3 × 3. നിങ്ങളിപ്പോ അടുത്ത യൂണിറ്റിൽ നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന ഒരു കാര്യത്തെ കൂടിയാണ് ഞാനിപ്പോ കൊണ്ടുവരുന്നത്. 2 3 പ്രാവശ്യം എഴുതുന്നത് ചുരുക്കിയിട്ട് 2⁻3 എന്ന് എഴുതാം. 2⁻3 എന്ന് മലയാളത്തിൽ പറയും. 2-ന്റെ മേലെ ഈ 3 ചെറുതാക്കിയിട്ട് എഴുതിയാൽ മതി. ഇൻറ്റു 3 2 പ്രാവശ്യം എഴുതി ഗുണിക്കുമ്പോൾ 3⁻2 എന്ന് എഴുതാം. ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ ഗൈഡ് ഏകദേശം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഗൈഡ് ആവശ്യമുള്ള കുട്ടികൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം.
അവർക്കുള്ള ഗൈഡ് സ്കൂളിലേക്ക് ഞാൻ വരുമ്പോൾ സ്കൂളിൽ ഞാൻ എത്തിച്ചു തരും. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എല്ലാ വിഷയങ്ങളും അടങ്ങിയിരിക്കുന്ന ഒറ്റ പുസ്തകമായിട്ടുള്ള ഗൈഡാണ് ഇറങ്ങിയിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയ എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. പേരൻസിനോട് എന്നെ വിളിക്കാൻ പറഞ്ഞാൽ മതി. അപ്പൊ അവരുടെ അഡ്രസ് ഇത് അയച്ചു കൊടുക്കും. ഇപ്പൊ നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്തു ഞാൻ പറയാം. അതിനെപ്പറ്റിയൊക്കെ വീഡിയോ ഇടാൻ പോവാണ്. 2:3 3:2 ആണല്ലോ ഈ 72 എന്ന് പറഞ്ഞത്. ശരി, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ 2:3 ഇൻറ്റു 3:2 എന്ന് ഇവിടെ എഴുതിയതിനു ശേഷം 2 എന്ന പ്രൈം നമ്പറിന്റെ മേലെയാണ് 3 കിടക്കുന്നത്. 3 എന്ന പ്രൈം നമ്പറിന്റെ മേലെയാണ് ഈ 2 കിടക്കുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പ്രൈം നമ്പറിന്റെ മേലെ കാണുന്ന കൃതിയോട്, എക്സ്പൊണന്റിനോട്, പവറിനോട് ഒരു +1 കിട്ടും. 3 + 1. അപ്പുറമുള്ള രണ്ടാൾക്ക് 2, അത് ഞാൻ കാര്യം +1 വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെറ്റിംഗ് കൊണ്ട് മാർക്ക് ചെയ്യാം. 3 + 1. അപ്പുറമുള്ള 2, അതായത് 3ന്റെ പവറായി 2ന് ഒരു +1 ഇട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ 3 + 1 എന്ന് പറഞ്ഞാൽ 4 ആകുന്നു. 3 + 1 4 ഇൻറ്റു. ഇനി 2 + 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 4 × 3 എന്ന് പറഞ്ഞാൽ 12 ആണ്. നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. നോട്ട്ബുക്കിൽ ആൻസർ ഒക്കെ ചുവന്ന മഷി കൊണ്ട് മാർക്ക് ചെയ്തിട്ട് 2 വരിയൊക്കെ വരയ്ക്കണേ, നല്ല വൃത്തി ഉണ്ടാകും. 4 × 3 12 ഫാക്ടേഴ്സ് 72. ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഏതെല്ലാം പ്രൈം നമ്പർ ആണോ ആ പ്രൈം നമ്പർ ഷോർട്ട് ആയിട്ട് ഇവിടെ എഴുതിയിട്ട് 2 വേറെ 3 വേറെ പ്രൈം നമ്പർ വേറെ വേർതിരിച്ചതിന് ശേഷം പവറിന്റെ കൂടെ 1 ചേർത്തു, ഈ പവറിന്റെ കൂടെ 1 ചേർത്തു. അങ്ങനെ ആ കിട്ടിയ 4 3 തമ്മിൽ ഗുണിച്ചു. ഇനി ഒരു സംശയം നമുക്ക് തീർക്കാം. ഈ 72ന്റെ ഘടകങ്ങൾ 12 തന്നെയാണോ എന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിക്കാം. ഈ ഭാഗം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ശ്രദ്ധിച്ചോളൂ. 72ന്റെ ഘടകങ്ങൾ 72 ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം 1നെ 72 കൊണ്ട് ഗുണിച്ചാൽ 72 കിട്ടും. 2 ഘടകങ്ങൾ കിട്ടി. എപ്പോഴും ഘടകങ്ങൾ പറയുമ്പോൾ 1 ഉണ്ടാവും, ആ സംഖ്യ ഉണ്ടാവും. അതൊക്കെയാണ്. ഇനി നിങ്ങൾക്കറിയാം 2നെ, ബാക്കി നിങ്ങൾ പറയണം. 2നെ കോഹോസ്റ്റ് ഉണ്ടെന്നില്ല, വെറുതെ കോഹോസ്റ്റ് ആയി. മറ്റുള്ള കുട്ടികൾ പറയാം. 2നെ 2നെ 36 കൊണ്ട് ഗുണിച്ചാൽ കൃത്യമായിട്ട് ശരി. അപ്പൊ 3നെയോ 18 കൊണ്ട് ഗുണിച്ചാൽ 72 കിട്ടത്തില്ല. 3നെ 24 കൊണ്ട് ഗുണിക്കണം. നിങ്ങൾ പറഞ്ഞത് ശരിയാ. 4നെ 2 ഇവിടെ നോക്ക്. 2 36 ആകുമ്പോൾ 2 പകുതിയായപ്പോൾ 36 പകുതിയായിട്ട് 18 എഴുതിയ പോരെ. എന്താടോ മിണ്ടാത്തത്? അപ്പൊ 4നെ 18 കൊണ്ട് ഗുണിച്ചാൽ 72 കിട്ടും ധീരജെ. ഇനി എന്റെ ചോദ്യം തീർന്നില്ല ധീരജെ. ഇനിയുമുണ്ട് 72ന്റെ ഫാക്ടേഴ്സ്. പറയൂ, 6നെ എത്ര കൊണ്ട് ഗുണിക്കണം? 3നെ 24 കൊണ്ട് ഗുണിക്കുമ്പോൾ 3 6 ആയപ്പോൾ 24 പകുതിയാവും. 12 കണ്ട. ഇനി 2 ആളുകൂടി വരാനുണ്ട്. ആ 2 ആൾ ആരാണ്? മുഹമ്മദ് റസ്താൻ. 2 ആൾ ആരാണ്? ആ 2 അതായത് 72 കിട്ടണമെങ്കിൽ 2 പേരും കൂടി തമ്മിൽ ഗുണിക്കണം. അതാരൊക്കെയാ 2 ആള്? 8 × 9. 8 × 9 ആണ്. 9 × 7. അപ്പോൾ നമുക്ക് ഇവരെയൊക്കെ എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. 72 12 ഘടകങ്ങളാണ്. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് പഠിക്കുന്നതിനാൽ വലിയ സംഖ്യകളൊക്കെ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഫാക്ടറൈസ് ചെയ്യുന്നതാണ് ബുദ്ധി.
ഇതൊക്കെ 72 ആയതുകൊണ്ട് ഇത്രയും എഴുതി നോക്കാന്നല്ലാതെ നിങ്ങൾക്ക് വരുന്ന വലിയ സംഖ്യകളായിരിക്കും, വലിയ വലിയ സംഖ്യകൾ, പവർ വെച്ചിട്ട് പവർ കൂടിയ സംഖ്യകൾ. ആ സംഖ്യകൾ വരുന്ന സമയത്ത് കണ്ടുപിടിക്കാൻ അതാണ് സുഖം. ഞാനൊന്ന് മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. ഈ കുട്ടികളോട് ചോദിക്കട്ടെ, മക്കളെ നിങ്ങൾക്ക് ഈ പറഞ്ഞത് മനസ്സിലായോ? അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ പേടിക്കണ്ട. ഈ ചോദ്യം നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്താണ് വെച്ചോളൂ. എന്നിട്ട് പിന്നീട് നിങ്ങൾ സൗകര്യം പോലെ എഴുതിയാൽ മതി. ഇല്ലെങ്കിലും ഇതിന്റെ നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഈ വീഡിയോ വരും. ഞാൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നമുക്ക് 80ന്റെ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. 80. 80ന്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്നൊരു ചോദ്യം വന്നു. 80ന്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര? അപ്പൊ നമുക്ക് 80നെ ഫാക്ടറൈസ് ചെയ്യണമല്ലോ. നിങ്ങൾ എന്റെ കൂടെ തന്നെ ചെയ്തോളൂ, വേഗം മനസ്സിലാവും. നിങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞോളൂ, ഞാൻ ഏത് സംഖ്യയാണ് ആദ്യം എടുക്കേണ്ടത്? ഇനി രണ്ടാമത് 80ന്റെ പകുതി എഴുതണം. കോഹോസ്റ്റ് ആയ ഒരു കുട്ടി പറഞ്ഞോളൂ, ധീരജെ 80ന്റെ പകുതി എത്രയാണ്? 40. വീണ്ടും നമ്മൾ 40യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര കിട്ടും? 20. വീണ്ടും 20യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര കിട്ടും? 10. വീഡിയോ ഓൺ ചെയ്ത് പറയുന്ന കുട്ടിക്കായിരിക്കും കുറച്ചുകൂടി സൗകര്യം. കാരണം അവർ ഈ 10 എന്നുള്ളത് വീഡിയോ ഓൺ ചെയ്താണ് പറയുന്നതെങ്കിൽ നമ്മൾ അവരുടെ കാണാം. ശരി, 10നെ നമുക്ക് വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. എത്ര കിട്ടും? 5. ആ 5 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് അവിടെ നമുക്ക് 2 വരെ വെച്ച് അവസാനിപ്പിക്കാം. ചിലപ്പോൾ നിങ്ങൾ സ്കൂളിൽ നിന്ന് 5 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് 1ലേക്ക് എത്തിക്കുന്നതൊക്കെ കാണാം. അപ്പൊ അതിന് ആവശ്യമില്ല. വേണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നാൽ വിരോധവും ഇല്ല. ഇവിടെ 2 നമ്മൾ 4 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. 2⁴4 ആണ് എന്ന് പറഞ്ഞാൽ 16 ആണ്. 2 × 2 × 2 × 2 16ന് 5 കൊണ്ട് ഗുണിച്ചാൽ 80 ആണ്. അതാണ് അവിടെ കാണുന്നത്. ഇൻറ്റു 5 എത്ര തവണ ഉപയോഗിച്ചു? 1 തവണ. ആ, ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് റെഡിങ് പേന, നോട്ട്ബുക്കിലൊക്കെ റെഡിങ് പേന വെച്ചിട്ട് ഒരു +1 ഇവിടെ കൊടുക്കുക. മുഹമ്മദ് റസ്താൻ കേൾക്കാമോ? മുഹമ്മദ് റസ്താനെ, എന്തിനാണോ നമ്മൾ ഒരു +1 ഇവിടെ കൊടുക്കുന്നത്? സാറേ, 1 എല്ലാ നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. അതാണ് കാര്യം. 1 എല്ലാ നമ്പേഴ്സിന്റെ ഫാക്ടറാണ്. അതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ 5⁻1ന്റെ കൂടെയും ഒരു +1 ഇട്ടു. 4ഉം 1ഉം കൂട്ടിയപ്പോൾ 5 കിട്ടി. 1ഉം 1ഉം കൂട്ടിയപ്പോൾ 2ഉം കിട്ടി. 2നെ 5 കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടും. ഇത്രയും ചെയ്താൽ ഉത്തരമായോ? ഇല്ല, 2 വര വേണം. ഉത്തരം കിട്ടിയ 2 വര നമ്മൾ വരയ്ക്കാറുണ്ട്. അപ്പോൾ 80ന് 10 ഘടകങ്ങളാണ്. ചെക്ക് ചെയ്ത് നോക്കാം, വെറുതെ ചെക്ക് ചെയ്ത് നോക്കാം. 1 × 80, 1 × 80, 2 × 40, 4 × 20, 5 × 16. ഇനിയോ ഒരാളുകൂടി വരാനുണ്ട്. 10 × 8. 10 കിട്ടി. ഇതാ 1 2 3 4 5 6 7 8 9 10. പക്ഷേ ഈ തവണ വരാൻ പോകുന്ന നിങ്ങളുടെ USS ചോദ്യം ഇങ്ങനെ ആയിരിക്കില്ല. അതും ഞാനിവിടെ പരിചയപ്പെടുത്താം. 80 എന്ന സംഖ്യക്ക് ഇരട്ട സംഖ്യാ ഘടകങ്ങൾ എത്ര, അല്ലെങ്കിൽ ഒറ്റ സംഖ്യാ ഘടകങ്ങൾ എത്ര? ഹൗ മെനി ഓഡ് ഫാക്ടേഴ്സ്? അങ്ങനെയായിരിക്കും വരിക. അപ്പോ നിങ്ങളെ ചേട്ടന്മാർ ചേച്ചിമാരൊക്കെ പഠിച്ച സമയത്ത് 80ന്റെ ഘടകങ്ങളുടെ എണ്ണാണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ ചോദിക്കുന്ന, നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇനി ഇങ്ങനെയായിരിക്കാം. ഹൗ മെനി
ഈവൺ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഓഡ് ഫാക്ടേഴ്സ് ഇൻ 80 എന്ന് ചോദിക്കും. ഇത് കണ്ടുപിടിക്കാൻ ലേശം ഒരു ജോലിയുണ്ട്, ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് വേണമെങ്കിൽ അത് നോക്കാം. ഈ എഴുതിയതിൽ ഇരട്ട സംഖ്യകൾ ഏതൊക്കെയാണ്? 80. അപ്പൊ 1, 2, 3, 4, 5, 6, 7, 8. അതിലെ ഇരട്ട സംഖ്യകള് 8 എണ്ണവും ഒറ്റ സംഖ്യകൾ ഞാനൊന്ന് നോക്കട്ടെ ഏതൊക്കെയാന്നുള്ളത്. ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാണുള്ളത് നോക്കട്ടെ. 1, പിന്നെയോ പിന്നില്ലേ 5. 5. അപ്പൊ ഒറ്റ സംഖ്യാ ഘടകങ്ങൾ 2 എണ്ണവും ഈവൺ ഫാക്ടേഴ്സ് 8 എണ്ണവുമാണ് കിട്ടുന്നത്. ഈവൺ ഫാക്ടേഴ്സ് 8ഉം ഓഡ് ഫാക്ടേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നത് 2ഉമാണ്. ഇതെങ്ങനെയാണ് ഇങ്ങനെ എഴുതി കണക്ക് കൂട്ടി നോക്കാതെ കണ്ടുപിടിക്കാൻ കഴിയുക എന്നാണ് ഇത് ഇന്ന് പഠിപ്പിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾ ടോട്ടൽ ഫാക്ടേഴ്സ് ആയ 10 എന്തിനും കണ്ടുപിടിക്കണം. ടോട്ടൽ ഫാക്ടേഴ്സ് ആയ 10 കണ്ടെത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഇരട്ട സംഖ്യാ ഘടകങ്ങൾ കിട്ടാൻ ഇവിടെ പ്രൈം നമ്പർ ആയ 5 ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ 2ഉം പ്രൈം നമ്പർ ആണ്. ഇവ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഒന്ന് ഈവൺ നമ്പർ ആണ്, ഒന്ന് ഓഡ് നമ്പറുമാണ്. ഓഡ് നമ്പറിന്റെ മേലെ കാണുന്ന 1+1 എന്നതാണ് ഇവിടെ ഒറ്റ സംഖ്യാ ഘടകങ്ങൾ. നിങ്ങൾക്ക് ഇരട്ട സംഖ്യാ ഘടകങ്ങൾ കണ്ടുപിടിക്കാൻ ഒറ്റ സംഖ്യാ ഘടകങ്ങൾ കണ്ടുപിടിച്ചേ മതിയാവും. അപ്പോൾ 1+1 എന്ന ഈ 2 ഇതിൽ നിന്ന് അങ്ങോട്ട് മൈനസ് ചെയ്താൽ കിട്ടുന്നത് ഇരട്ട സംഖ്യാ ഘടകങ്ങളാണ്. വല്ലതും മനസ്സിലായോ? അതായത് ഇപ്പൊ നമുക്ക് 18 ഫാക്ടറൈസ് ചെയ്തിട്ട് 18 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്ത് 40 കിട്ടി. 40 കൊണ്ട് ഫാക്ടറൈസ് ചെയ്തിട്ട് 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്ത് 20 കിട്ടി. 20 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്ത് 10 കിട്ടി. 10നെ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്ത് 5 കിട്ടി. 5 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫാക്ടറൈസേഷൻ അവിടെ നിർത്തുകയാണ്. അപ്പൊ ഇവിടെ ഒരു 5 ആണ് കാണാൻ സാധിക്കുന്നത്. അപ്പം 5^1 ഇൻറ്റു 4 2 ആണുള്ളത്. 2^4 ആണ്. 2^4 ഇൻറ്റു 5^1 ആണ് വരുന്നത്. അപ്പം ഇവിടെ 1 എല്ലാ നമ്പേഴ്സിന്റെയും ഫാക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ 4+1 ഈ റേസ് ടു എക്സ്പോണൻസിന്റെ കൂടെ ഒരു +1 ചെയ്യേണ്ടതുണ്ട്. ഇവിടെ 2^4ന്റെ കൂടെ 4+1ഉം 5^1ന്റെ കൂടെ +1 ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈവൻ നമ്പേഴ്സ് മാത്രമാണ് ചോദിച്ചത്. അതുകൊണ്ട് 5^1ന്റെ 1+1ന്റെ 1+1ൽ നമ്മൾ ഒഴിവാക്കുകയാണ്. അപ്പം 4 ആണ് കിട്ടുന്നത്. 4+1ന്റെ കൂടെയുള്ള 1 ഒഴിവാക്കുമ്പോൾ 4×2 ആണ് കിട്ടുന്നത്. അപ്പോൾ 8 ആയിരിക്കും ആൻസർ. ഇവിടെ ഇങ്ങനെ പറഞ്ഞെടുത്താൽ മതി. ഇവിടെ 10 ഘടകങ്ങൾ ടോട്ടൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം ഇവിടെ ഓഡ് നമ്പർ ആയ പ്രൈം നമ്പറിന്റെ മേലെയുള്ള 1+1 അത് ഓഡ് ഫാക്ടേഴ്സ് ആയിരിക്കും. അത് ആ 2 അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 കിട്ടും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. നേരത്തെ ഞാൻ നിങ്ങൾക്ക് തന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, 72ന് നമ്മൾ ഈ പേജിലല്ലേ ഉള്ളത്. 72ന്റെ ഘടകങ്ങളുടെ എണ്ണം അത് മക്കളൊന്ന് നോക്കി. അതിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, 72ന്റെ ഈവൺ ഫാക്ടേഴ്സ് എത്രയാണ്? ഈവൺ ഫാക്ടേഴ്സ് 72ന്റെ എത്രയാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങൾ സ്വയം ഒന്ന് കണ്ടെത്തുക. 72നെ നിങ്ങൾ ഫാക്ടേഴ്സ് ചെയ്യുന്നു 2 കൊണ്ട്. ഞാനും ഇവിടുന്ന് ചെയ്യുന്നു, നിങ്ങൾ അവിടുന്ന് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. 72നെ 2 കൊണ്ട് ഹരിച്ചു. അപ്പൊ 2 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് 36 കിട്ടി. നേരത്തെ പറഞ്ഞ എന്നെ ഓർപ്പിക്കണേ. അതിനെ വീണ്ടും 2 കൊണ്ടായപ്പോൾ 18 കിട്ടി. വീണ്ടും 2 കൊണ്ട് ഹരിച്ചപ്പോൾ 9 കിട്ടി. പിന്നെ 3 കൊണ്ട് ഹരിച്ചപ്പോൾ 3 കിട്ടി. അവിടെ അവസാനിപ്പിച്ചു. ഇതല്ലേ നേരത്തെ ചെയ്തത് നമ്മൾ. അവിടെ 2^3 എന്നും 3^2 എന്നും നമ്മൾ എഴുതുന്നുണ്ടല്ലോ. എന്നിട്ടാണല്ലോ നമ്മളൊരു +1 ഇട്ട് കൊടുത്തത്. ഓർക്കുന്നുണ്ടാവുമല്ലോ നിങ്ങൾ. അപ്പോൾ 3 3 4 4×3 ആയ 12 ആണല്ലോ ടോട്ടൽ ഫാക്ടേഴ്സ്. ഇനി നിങ്ങൾക്ക് ഈവൺ ഫാക്ടേഴ്സ് എത്രയായിരിക്കും ആക്കിയാൽ പറയാൻ പറ്റുമോ? 12 ടോട്ടൽ ഫാക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇനി എന്താ ചെയ്യുന്നത്? എത്ര ഓഡ് ഫാക്ടേഴ്സ് ആണോ കിട്ടിയത്?
അതായത് 3 എന്ന സംഖ്യ ആണ് ഇവിടുത്തെ ഓഡ് നമ്പർ. അതിന്റെ മേലെയുള്ളത് 2+1 ആണ്. ഈ 3 നിന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പൊ 12 3 മൈനസ് ചെയ്താൽ എത്രയാ? 9. 9 ഈവൻ ഫാക്ടേഴ്സ് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. നേരത്തെ ഞാൻ തന്ന ഈ സംഭവം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മക്കൾക്ക് അത് നോക്കിയാൽ മതി. ഇതില് 72ന്റെ ഫാക്ടേഴ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ഓഡ് നമ്പർ ഈവൻ നമ്പർ 9 എണ്ണില്ലേ നോക്കിയേ. 1 2 3 4 5 6 7 8 9 കറക്റ്റാ. ഇനി എല്ലാവരോടും കൂടി ഒരു ചോദ്യം. ഈവൻ ഫാക്ടേഴ്സ് കണ്ടെത്താൻ ഞാൻ ഒരു ചോദ്യം കൂടി തന്നോട്ടെ. യെസ് ഓർ നോ? ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ശരി, എന്നാ ഇതാ ടോട്ടൽ ഫാക്ടേഴ്സ് കാണണം, ഈവൻ ഫാക്ടേഴ്സ് കാണണം, ഓഡ് ഫാക്ടേഴ്സും കാണണം. 3 കണ്ടോളൂ. ഒരു ചോദ്യത്തിൽ തന്നെ 3 ഉപചോദ്യങ്ങളാണ് വരുന്നത്. അപ്പൊ മക്കൾ അതിൽ നിന്ന് ഒരു ചോദ്യത്തിൽ നിന്ന് 3 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. ശരിക്കും നിങ്ങൾ കണ്ടെത്താൻ തയ്യാറായിക്കോളൂ. 360 ടോട്ടൽ ഫാക്ടേഴ്സ്, പിന്നെ ഈവൻ ഫാക്ടേഴ്സ്, പിന്നെ ഓഡ് ഫാക്ടേഴ്സ് ഒന്ന് പെട്ടെന്ന് കണ്ടെത്തി എല്ലാവരും. ഞാനിവിടെ ചെയ്ത് കാണിക്കണോ അല്ലെ നിങ്ങൾ ചെയ്യും? ഞങ്ങൾ ചെയ്തോളാം. ഞങ്ങൾ ചെയ്തോളാം സാർ. 90. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 45. 45. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കൊണ്ട് ചെയ്യാൻ പറ്റൂല, അത് പ്രശ്നം. 3 കൊണ്ട് ചെയ്യാം. 3 കൊണ്ട് ചെയ്തോളൂ. 3 കൊണ്ട് ചെയ്താൽ എത്ര കിട്ടും? 15. 15 3 45. വീണ്ടും 3 കൊണ്ട് ചെയ്താൽ എത്ര കിട്ടും? 5. അവിടെ അവസാനിപ്പിച്ചു. ധീരജിന് എവിടെയാ തെറ്റ് വെച്ച് നീക്കോളെ. ഇവിടെ 2 3 തവണ ഉപയോഗിച്ചു, ശരിയാണ്. 3 2 തവണ ഉപയോഗിച്ചു, അതും ശരിയാണ്. 5 1 തവണയേ ഉപയോഗിച്ചിട്ടുള്ളൂ. ധീരജിന് അങ്ങനെയാണോ കിട്ടിയെന്ന് നോക്കിയേ? ആണോ? അങ്ങനെ പിന്നെ എങ്ങനെയാ 19 കിട്ടുന്ന നോക്കിക്കോളൂ. +1 +1 +1. അപ്പൊ 4 × 3 × 2 ആണ്. നിങ്ങൾ പറഞ്ഞ ശരിയാണ്. 24 ആണ് ടോട്ടൽ ഫാക്ടേഴ്സ്. എവിടെയാണ് പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ, ഓഡ് ഫാക്ടേഴ്സ് കണ്ടെത്തുമ്പോൾ ഓഡ് നമ്പറായ പ്രൈം നമ്പറിന്റെ മേലെയുള്ള ഈ 2+1, 5+5ന്റെ മേലെയുള്ള 1+1 തമ്മിൽ കൂട്ടണം. അപ്പൊ 2+1 ഇവിടെ 2 1 3 1 1 2. അപ്പൊ ഇത് എത്രയാണ്? 3 × 2 എത്രയാ? 3 × 2. What is 3 × 2? ആരും മിണ്ടുന്നില്ല. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായി 24 നിന്ന് 6 മൈനസ് ചെയ്താൽ എത്രയാണ്? 18. അപ്പൊ ധീരജ് ക്ലിയർ ആയോ ഇപ്പോൾ? ക്ലിയർ ആയോ? ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചപ്പോ 2 raised to 3, 3 raised to 5 raised to 1. 5 raised to 1. നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ നമുക്ക് സമയമെടുത്ത് അത് പറയാണ്. ഇന്ന് നമ്മൾ പഠിപ്പിച്ചത് ഫാക്ടേഴ്സ് ആണ്. ഫാക്ടേഴ്സിൽ നിങ്ങൾ 2-3 കാര്യം ഇപ്പൊ മനസ്സിലാക്കി. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ തീർച്ചയായിട്ടും പ്രൈം നമ്പേഴ്സ് 25 ബൈ ഹാർട്ട് ആയിക്കോളും. അത് നിങ്ങൾക്ക് സ്പീഡ് കണക്ക് ചെയ്യാൻ ഉപകാരപ്പെടും. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരാൻ പോവുകയാണ്. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. എന്നിട്ട് നമുക്ക് ഇതില് വേറൊരു ചോദ്യം കൂടി പരിചയപ്പെടുത്തരാം. സാധാരണഗതിയിൽ നിങ്ങളോട് പരീക്ഷയ്ക്കൊരിക്കലും
ഇത്ര എളുപ്പമുള്ള ചോദ്യം ചോദിക്കില്ല. 360ന്റെ ഘടകങ്ങൾ എത്ര, 72ന്റെ ഘടകങ്ങൾ എത്ര, ഈ 80ന്റെ ഘടകങ്ങൾ എത്ര, 100ന്റെ ഘടകങ്ങൾ എത്ര എന്നൊക്കെ ചോദിക്കണമെങ്കിൽ നിങ്ങൾ USS കുട്ടികളല്ലാതിരിക്കണം. USSന്റെ കുട്ടികളോട് കുറച്ചുകൂടി വലിയ ചോദ്യങ്ങളാ വരിക. അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വലിയ സംഖ്യകൾ ചോദിക്കും. 1,00,000 എത്ര ഘടകങ്ങളുണ്ടെന്ന് ചിലപ്പോൾ ചോദിക്കാം. പക്ഷെ അത് അവരെന്ത് ചെയ്യുമെന്നറിയോ? എക്സ്പോണന്റ് ആയിട്ട് എഴുതും, പവർ ആയിട്ട് എഴുതും. ഉദാഹരണം നോക്കണേ, 12⁴ എത്ര ഘടകങ്ങൾ ഉണ്ട് എന്ന ചോദ്യം വരാം. അവിടെ 12 പ്രൈം നമ്പർ അല്ലാത്തതുകൊണ്ട് അതിന്റെ മേലെ കൊണ്ടാച്ച് +1 ഇട്ട് 5 ഘടകം നിങ്ങൾ എന്നോട് പറയരുതേ. കാരണം 12 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. അതേസമയത്ത് നിങ്ങളോട് 2⁴ എത്ര ഘടകം ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ധൈര്യമായിട്ട് ഒരു +1 ഇട്ട് കൊടുത്തിട്ട് 5 ഘടകങ്ങൾ എന്ന് പറഞ്ഞോളൂ. അതിൽ തെറ്റില്ല, കാരണം 2 പ്രൈം നമ്പറാണ്. പക്ഷെ 12⁴ എത്ര ഘടകം ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരിക്കലും 4+1 പറയാൻ പാടില്ല. ബിക്കോസ് 12 is a composite number. A composite number has more than 2 factors. 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ട്. കുസൃതി ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട്, 1 മുതൽ 100 വരെ 25 പ്രൈം നമ്പർ ഉണ്ടെങ്കിൽ 1നും 100നും ഇടയിൽ എത്ര കോമ്പോസിറ്റ് നമ്പർ ഉണ്ട് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? 75 ഉണ്ടാവില്ല. 75 ഉണ്ടാവില്ല, 74 ഉണ്ടാവില്ല. കാരണം ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചില്ല. 1നും 100നും ഇടയിൽ എന്ന് പറഞ്ഞാൽ 1ഉം പെടൂല, 100ഉം പെടൂല. നിങ്ങൾ ഇതിനാ കൂട്ടിയത്? ഞാൻ സാധാരണഗതിയിൽ ചെറിയ LSSന്റെ കുട്ടികളോട് ചോദിക്കാറുണ്ട്, മക്കളെ 1 മുതൽ 10 വരെ എത്ര നമ്പേഴ്സ്? 10 നമ്പേഴ്സ്. 1നും 10നും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? എണ്ണൽ സംഖ്യകള്, നാച്ചുറൽ നമ്പേഴ്സ്? 8. ഇനി 10ൽ താഴെ എത്ര നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്? 9. ഉണ്ടാവും. 3 ഉത്തരല്ലേ കിട്ടിയെങ്കിൽ? 1 മുതൽ 10 വരെ 10 നാച്ചുറൽ നമ്പേഴ്സ്. അത് 1ഉം പെടും 10ഉം പെടും. 1 മുതൽ 10 വരെ. ഫ്രം 1 to 10. ബിറ്റ്വീൻ 1 and 10 അവിടെ 8 നാച്ചുറൽ നമ്പേഴ്സ്. ബിലോ 10. അപ്പൊ എപ്പോഴും ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണം. എന്താണ് എന്റെ ചോദ്യം? 1നും 100നും ഇടയിൽ എത്ര കോമ്പോസിറ്റ് നമ്പേഴ്സ് ഉണ്ട്? അത് 73 ഉണ്ടാവും. കാരണം 1ഉം പെടൂല, 1 അല്ലെങ്കിലും പെടൂല. ബിക്കോസ് 1 ഈസ് നോട്ട് എ പ്രൈം നമ്പർ, 1 ഈസ് നോട്ട് എ കോമ്പോസിറ്റ്. 1 ഈസ് നൈദർ പ്രൈം നോട്ട് കോമ്പോസിറ്റ്. അതുകൊണ്ട് തന്നെ 1 പെടില്ല. ശരി, ഇവിടെ നമ്മളെ ചോദ്യം ഇതാണ്. ഈ ചോദ്യമാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോളെ, ശരിക്കും ശ്രദ്ധിച്ചാലേ കിട്ടും. ഞാൻ ഇതുകൂടിയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് 2 ഹോം. ശരി, 12⁴ എത്ര ഘടകങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ മക്കൾ ചെയ്യേണ്ടത് ഈ 12നെ ഇങ്ങ് പിടിക്കുക, താഴോട്ട് വരാൻ പറയുക. അങ്ങനെ വരണ്ട. 12 ചില പ്രൈം നമ്പേഴ്സിന്റെ ഗുണിതമായിട്ട് ഇങ്ങ് ഇറങ്ങി വരാൻ പറയുക. 12 നമുക്ക് പ്രൈം നമ്പറിന്റെ ഗുണിതമായിട്ട് എഴുതുമ്പോൾ 2 × 2 × 3 എന്നങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് കളിയാം. ഇത് 12 ആണ്. 2 × 2 4, 4നെ 3 കൊണ്ട് ഗുണിച്ചാൽ 12. അവിടെ നമ്മൾ 12ല് ഇവിടെ ചെയ്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബ്രാക്കറ്റ് അങ്ങോട്ട് കൊടുക്കും. ഇത് നമ്മൾ 12നെ എഴുതി. എന്തിനാ എഴുതിയെന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ ആക്കി മാറ്റണം. അത് ഏത് വലിയ സംഖ്യയായാലും. എന്നിട്ട് അതിന്റെ മേലെ നിങ്ങൾക്ക് ഈ 4 കൊണ്ടുവച്ചാട് എഴുതാം. ഇവിടെ മക്കൾക്ക് ചെറിയൊരു എളുപ്പം വേറെയും പറഞ്ഞുതരാം. 2 × 2 എന്ന് പറഞ്ഞാൽ 2⁻1 × 2⁻1 ആണ്. നിങ്ങൾ പഠിക്കാൻ പോകുന്ന അടുത്ത യൂണിറ്റില് 2 × 2 അല്ലെങ്കിൽ 2⁻1 × 2⁻1 എന്ന് പറഞ്ഞാൽ ഈ 1ഉം 1ഉം കൂട്ടണം. 2⁻2 ആണ്. അത് മക്കൾ പഠിക്കുന്നുണ്ട്. A⁻m × A⁻n A⁻m+ എന്നുള്ള പഠിക്കാൻ പോകുന്നുണ്ട് അടുത്ത യൂണിറ്റ്. അപ്പൊ ഇവിടെ 2⁻2 കിട്ടി എന്ന് പറയാൻ 2 പ്രാവശ്യം എഴുതി കുടിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. 3 ഒരു പ്രാവശ്യം ആയതുകൊണ്ട് 3⁻1 അവിടെ എഴുതി. ഇനി മക്കൾ എന്ത് ചെയ്യുക? ഒരു ബ്രാക്കറ്റ് ഇതിന് കൊടുക്കുക. ആ ബ്രാക്കറ്റിന്റെ പുറത്താണ് ഈ 4 വരുന്നത്.
ഇവിടം വരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയാം. Yes. ഇനി ഇവിടെയും വേറെ ചെറിയ സംഭവം, ഒരു ബ്രാക്കറ്റിന്റെ പുറത്താണ് ഈ 4 കിടക്കുന്നത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? 2 ഈ 4 കൊണ്ട് ഗുണിക്കണം എന്നാണ് അർത്ഥം. അതും നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. 2 × 4 എന്ന് പറഞ്ഞാൽ 8. നമ്മൾ ഈ 12/4 ഘടകങ്ങൾ കണ്ടെത്താനുള്ള പാടേ ഇൻറ്റു, അപ്പോൾ 3 എത്ര എഴുതണം ഞാൻ? 1 4 4. 1 × 4 4. അപ്പൊ 3/4 എന്ന് എഴുതി. എന്നിട്ടാണ് നമ്മൾ ഇവിടെ ഇപ്പൊ കണ്ടു 2 പ്രൈം നമ്പർ 3 പ്രൈം നമ്പർ. അതിന്റെ മേലെയുള്ള പവറിന്റെ കൂടെ 1 ഇവിടെ ഇട്ട് കൊടുക്കുക, 1 ഇവിടെ ഇട്ട് കൊടുക്കുക. സാറേ സ്ക്രീനിൽ 9 × 4 + 1 5. 9 × 5 = 45. 45 ആണ് നമ്മുടെ ശരിക്കും ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് 12⁴ എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ്. അപ്പം 12⁴ എന്ന് പറയുമ്പോൾ 12 × 12 × 12 × 12, അതായത് 12നെ 4 പ്രാവശ്യം 12 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 12 ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്, അതായത് പ്രൈം നമ്പർ അല്ലാത്ത എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയാം. 1 അല്ലാത്ത പ്രൈം നമ്പർ 1 അല്ലാത്ത. അപ്പം 12നെ നമ്മൾ പ്രൈം നമ്പറിന്റെ രീതിയിലാക്കണം. 12നെ എങ്ങനെ പ്രൈം നമ്പർ ആക്കാം? 2 × 2 × 3. നമുക്ക് 4 × 3 എന്നാക്കാം ആദ്യം 12നെ. അപ്പം 4 ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. 4നെ 2 × 2 × 2 × 2 എന്ന് പ്രൈം നമ്പർ ആക്കാം. അപ്പം 2 × 2 × 3 എന്ന് നമുക്ക് 12നെ പ്രൈം നമ്പർ കൊണ്ട് രേഖപ്പെടുത്താം. സോ 2⁻² ആണ് ഇവിടെ വരുന്നത്. 2 × 2 എന്ന് പറയുമ്പോൾ 2⁻². പിന്നെ 3⁻1 ഒന്നില്ലെങ്കിലും 3⁻1 ഉണ്ടാകും. all⁻4 ഇവിടെ 12⁻4നെ all⁻4 ആണ്. എല്ലാ നമ്പേഴ്സിനും ആ എക്സ്പോണന്റ് വരുന്നതായിരിക്കും. സോ 2⁻2 × 3⁻1 all⁻4 ആണ് വരുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പുറത്ത് കിടക്കുന്ന എക്സ്പോണന്റ് ആയ 4നെ അകത്ത് കിടക്കുന്ന എക്സ്പോണന്റ് കൊണ്ട് ഗുണിക്കുകയാണ്. സോ ഇവിടെ 2ന്റെ എക്സ്പോണന്റ് ആയിട്ട് വരുന്നത് 2 തന്നെയാണ്. 2 × 4 8 ആണ് വരുന്നത്. അപ്പം 2⁻8. അടുത്തത് 3ന്റെ എക്സ്പോണന്റ് ആയ 1നെ 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ വരുന്നത് 3 × 4. നമുക്കറിയാം 1 എല്ലാത്തിന്റെയും ഫാക്ടർ ആയതുകൊണ്ട് തന്നെ +1 ചേർക്കേണ്ടതുണ്ട് എക്സ്പോണൻസിന്റെ കൂടെ, എന്നാൽ മാത്രമേ നമുക്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ. അപ്പം 2⁻8ന്റെ കൂടെ +1 ചേർക്കുക. അപ്പൊ 2⁻9 ആയിരിക്കും. സോ ഇൻറ്റു 3⁻4ന്റെ കൂടെ +1 ചേർക്കുക. 3⁻5 ആയിരിക്കും. സോ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2⁻9 × 3⁻5 ആണ്. ഇതിലെ എക്സ്പോണൻസിനെ മാത്രം എടുക്കുക. 9ഉം 5 ആണ് വന്നിരിക്കുന്നത്. 9 × 5 45. 45 is the last answer. അപ്പം ഒരു കാര്യം ചോദിച്ചോട്ടെ മോനെ, ഈ 45 ടോട്ടൽ ഫാക്ടേഴ്സ് ആണെങ്കിൽ അതിൽ നിന്ന് ഈ ഈവൻ ഫാക്ടേഴ്സ് എത്ര ഉണ്ടാവും? ഈവൻ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിപ്പോ 2 × 3 ആണ് വരുന്നത്. 3 ആണ് ഇവിടെ ഓഡ് നമ്പർ ആയിട്ട് വരുന്നത്. അപ്പം അതിന്റെ മേലെ വരുന്നത് 5 ആണ്. 45ന്ന് 5 സബ്സ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന 40 ആയിരിക്കും ഈവൻ നമ്പേഴ്സിന്റെ എണ്ണം. ഈവൻ നമ്പേഴ്സിന്റെ എണ്ണം. അപ്പോ ഈ ചോദ്യം മറ്റു കുട്ടികൾ ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക. ഞാൻ ഇന്നൊരു ഹോംവർക്ക് തരികയാണ്. ആ ഹോംവർക്ക് ഇന്ന് തന്നുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് പറയാനുണ്ടെങ്കിൽ പറയാനുള്ള അവസരം ഞാൻ തരാം. അപ്പം ഇന്നത്തെ ചോദ്യം ഇതാണ്. ചോദ്യം എഴുതിക്കോളൂ. How many even factors in 3600? അവിടെ ഒരു സാധനം വിട്ടുപോയിട്ടുണ്ട്. ഹൗ മെനി ഈവൻ ഫാക്ടേഴ്സ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ടോട്ടൽ ഫാക്ടേഴ്സ് ആയിരിക്കും നിങ്ങൾ കാണുക. അപ്പൊ എന്തായാലും ഹൗ മെനി ഈവൻ ഫാക്ടേഴ്സ് കൂടി ഞാൻ എഴുതാം. മലയാളം ഇതാണ്.
3600 എത്ര ഇരട്ട സംഖ്യാ ഘടകങ്ങളുണ്ട്? വളരെ എളുപ്പമാണ്. 3600 അങ്ങ് ഫാക്ടറൈസ് ചെയ്താണ്. എന്നിട്ട് ആ കൂട്ടത്തിൽ ഒരു ചോദ്യം കൂടിയും പിടിച്ചോളൂ. 2018 USS വന്ന ചോദ്യമാണ്. അത് നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ നോക്കട്ടെ. ഇതിൽ കടുപ്പുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ യൂട്യൂബിൽ ഈ ക്ലാസ് വരുന്ന സമയത്ത് അതിന്റെ അടിയിൽ കമന്റ് ചെയ്താൽ മതി. ഇതാണ് ചോദ്യം. ഇതാണ് ശ്രദ്ധിച്ചോളൂ. 6⁻2 into 2⁴ into 3. ഇതിന് how many factors? ഇതിന്റെ ടോട്ടൽ ഫാക്ടേഴ്സ് കാണും. ഇത് ചിലപ്പം പ്രയാസമാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. 2 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 3600 എത്ര ഈവൻ ഫാക്ടേഴ്സ് ഉണ്ട്? അപ്പോൾ ടോട്ടൽ ഫാക്ടേഴ്സ് കാണാതെ കണ്ടുപിടിക്കാനാവില്ല. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: 6⁻2 into 2⁴ into 3 എന്ന സംഖ്യക്ക് എത്ര ഘടകങ്ങളുണ്ട്? അപ്പൊ നേരത്തെ മുഹമ്മദ് റസ്താൻ പറഞ്ഞതുപോലെ ഇവിടെ ഇത് രണ്ടും മാത്രമേ പ്രൈം നമ്പർ ആയിട്ടുള്ളൂ. ഈ 6 നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെ നിങ്ങൾ ഏത് വിദ്യ ഉപയോഗിച്ചാണ് ഇത് കണ്ടുപിടിക്കുക? ഈ 2 ചോദ്യങ്ങളാണ് ഹോംവർക്ക് ആയിട്ട് തരുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യും. എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ചോദിക്കാൻ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. നിങ്ങൾക്കല്ല, രക്ഷിതാക്കൾ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ രക്ഷിതാക്കളുടെ കയ്യിൽ ഫോൺ കൊടുക്കുക, അവര് പറയട്ടെ, അതിനുശേഷം നിങ്ങൾക്ക് പറയാം. ഓക്കെ. നിങ്ങളെ കൂടെ രക്ഷിതാക്കൾ പറയട്ടെ മക്കളെ. രക്ഷിതാക്കളോട് പറഞ്ഞാൽ രക്ഷിതാക്കൾ പറയാ, കുട്ടികൾക്ക് പിന്നീട് അവസരം തരാം. മലയാളത്തിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ആൻസർ സാർ എടുത്തില്ല. അറിയില്ലേ നിങ്ങള്? എന്താണ് മുഹമ്മദ് അസ്താൻ അവർ പറയുന്നത്? ഹലോ, കേട്ടില്ല ഞാന്. സാറ് 360 ഘടകങ്ങൾ പറയാ നേരത്തെ കാണിച്ചു തന്നില്ല. അത് ഇംഗ്ലീഷിലുള്ളത് മലയാളത്തിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താല് കുട്ടികൾക്ക് വേഗം മനസ്സിലാവേനു. മലയാളം മീഡിയം മക്കള്. അപ്പോ 360 വേണോ അല്ലെങ്കിൽ പിന്നെ 72 വേണോ 80 വേണോ? ഏതാ വേണ്ടത് പറയൂ. 80. ശരി, ചെയ്ത് കാണിക്കും. മലയാളത്തിൽ തനി മലയാളത്തിൽ തന്നെ പറയാൻ ശ്രദ്ധിച്ചു. 80 എന്ന സംഖ്യക്ക് എത്ര ഘടകങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ 80നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം, ഘടകക്രിയ ചെയ്യണം. ഫാക്ടറൈസ് ചെയ്യണം, ഘടകക്രിയ ചെയ്യണം. അപ്പൊ നമ്മൾ ഘടകക്രിയ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അഭാജ്യ സംഖ്യകളെയാണ്. 2, 3, 5, 7 എന്നിവയാണല്ലോ ആദ്യത്തെ അഭാജ്യ സംഖ്യകൾ. അതിൽ 2നെ നമ്മൾ എടുക്കാനുള്ള കാരണം 2 ഒരു ഈവൺ നമ്പർ ആണ്, ഇരട്ട സംഖ്യയാണ്. 80 ഇരട്ട സംഖ്യയാണ്. ഒരു തമ്മിൽ പൊരുത്തപ്പെടും. 80ൽ 2 40, പകുതി എടുക്കുക. 40നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അപ്പോൾ 20 കിട്ടും. 20നെ വീണ്ടും, മറ്റുള്ള കുട്ടികൾ മൈക്ക് മ്യൂട്ട് ചെയ്യണേ, ഞാൻ അവർക്ക് വേണ്ടി പറയാണ്. 20നെ 2 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്താൽ 10 കിട്ടും. 10നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 5 കിട്ടും. 5 ഒരു അഭാജ്യ സംഖ്യ ആയതുകൊണ്ട് അവിടെ അവസാനിപ്പിച്ചു. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന 2 4 തവണ ഉണ്ട് ഇവിടെ. എന്ന് പറഞ്ഞാൽ 4 തവണ ഗുണിച്ചു എന്നാണ് അർത്ഥം. 2 തന്നെ 2 4 ഗുണിക്കാന്നല്ല അല്ല അതിന്റെ അർത്ഥം. 2 4 തവണ എഴുതി ഗുണിക്കുക എന്നുള്ളതാണ്. 2⁻4 എന്നാണ് ഇതിൽ പറയുക. പിന്നെ 5 ഒരു തവണ എഴുതി ഗുണിച്ചു, 5⁻1. ഇവിടെയാണ് നമ്മളൊരു കൂട്ടണം 1 ഇവിടെയും ഒരു കൂട്ടണം 1 ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ 4 1 5, 1 1 2, 5 2 10 ഘടകങ്ങളാണ് 80ന് ഉള്ളത്. അത് നേരത്തെ നമ്മൾ തെളിയിക്കുകയും ചെയ്തു. ഇതില് ഈവൻ ഈ 10 എണ്ണത്തിലെ ഘടകങ്ങളില് എത്ര ഇരട്ട സംഖ്യ ഘടകങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ
5 ഒറ്റ സംഖ്യയായ ഈ അഭാജ്യ സംഖ്യയുടെ മേലെയുള്ള 1, 1, 2 എടുത്തിട്ട് ടോട്ടൽ ഫാക്ടേഴ്സ് ആയ 10ൽ നിന്ന് 2 കുറച്ചാൽ മതി. കിട്ടുന്ന 8 ആയിരിക്കും ഇരട്ട സംഖ്യ ഘടകം. രക്ഷിതാവിന് ഇത് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഗുഡ്. അപ്പം ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ട് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ അതേതായാലും 3600-ന്റെ 3600 നിങ്ങൾക്കുള്ള ചോദ്യാണ്. ഞാനിവിടെ പറഞ്ഞ എങ്ങനെ ശരിയാവുക? വീട്ടിൽ നിന്ന് ചെയ്യാനുള്ള ചോദ്യല്ലേ? അല്ലാതെ ഒന്നും കൂടി മലയാളത്തില് ശരി. മലയാളത്തിൽ ചോദ്യം പറയണം. 3600 360 ഇരട്ട സംഖ്യ ഘടകം. അപ്പൊ എല്ലാരും യൂട്യൂബിൽ ക്ലാസ് എങ്ങനെ? ശരി, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പ്രൈം നമ്പർ അഭാജ്യ സംഖ്യകൾ കാണാതെ പഠിക്കുക. എന്നിട്ട് ഇന്ന് തന്നിരിക്കുന്ന കണക്കെല്ലാം വൃത്തിയായിട്ട് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കുക. ഇനിയുള്ള ക്ലാസ്സുകളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിലൂടെ വരും, ചോദ്യങ്ങൾ വരും.